മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലന ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഇന്ന് ഗോകുലം കേരള FCയെ പരിശീലന മത്സരത്തിൽ തകർത്തുകൊണ്ട് 3-2 എന്നൊരു മാർജിനിൽ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഗോകുലം കേരള FCയുടെയും മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ റിപ്പോർട്ട് അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പരിശീലന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നതിനൊക്കെ ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി കൂടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, മിക്കാൽ സ്റ്റെയറെ പുറത്താക്കിയത് കൊണ്ട് തന്നെ പുതിയ പരിശീലകന്മാർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിലെ സഹതാരങ്ങളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലന മത്സരം കൊണ്ട് ലക്ഷ്യമാക്കുക. ആയതുകൊണ്ട് തന്നെ ഐ ലീഗിലെ മികച്ച ടീമായ ഗോകുലം കേരള FCയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരിശീലന മത്സരം കളിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് 3-2 എന്നൊരു മാർജിനിൽ ഗോകുലം കേരള FCയെ തകർത്തിട്ടുമുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെയായിരുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഡീഷ FCയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ള കമൽജിത് സിംഗ് ആയിരുന്നു ഗോൾ വലക്ക് മുന്നിലുണ്ടായിരുന്നത്. ഡിഫൻസിൽ ഹോർമി പാമും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചെന്നൈയിൻ FCയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ള ബികാഷും സഹീഫും അതുപോലെ തന്നെ സന്ദീപ് സിംഗും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മിഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായിട്ടുള്ള ദുസാനും വിപിൻ മോഹനനും അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ പെപ്രയും കോറോ സിംഗ് ജീസസ് എന്നിവരൊക്കെയായിരുന്നു ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. നോഹ സദോരി ഈ ഒരു പരിശീലന മത്സരത്തിൽ അവൈലബിൾ അല്ലായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നോഹ എന്തുകൊണ്ട് അവൈലബിൾ അല്ലായിരുന്നു എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും നോഹ ഈ ഒരു പരിശീലന മത്സരം കളിച്ചിട്ടില്ല. ഈ ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഈ ഒരു പരിശീലന മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ ജീസസും സഹീഫും എന്നിവരൊക്കെയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒടുവിൽ ഗോകുലം കേരള FCയെ 3-2 ബ്ലാസ്റ്റേഴ്സ് തകർത്തു. ഈ ഒരു പരിശീലന മത്സരങ്ങളിൽ നിന്നെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങളിൽ കൂടുതൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.